വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വീണ്ടും കാര്യങ്ങൾ വിചാരിച്ചതിലും കടുപ്പത്തിലാവുകയാണ് ചെയ്യുന്നത്. അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് മുന്നോട്ടുള്ള പോക്ക്. നിതിൻ അതൊരു വമ്പൻ പ്രശ്നമാക്കി മാറ്റി അടങ്ങിയെന്നൊരു വാശിയുള്ള പോലെയായിരുന്നു. അതിനോടൊപ്പം തന്നെ മിത്രയുടെയും ടീനയുടെയും അവസ്ഥയാണ് ഭീകരം. രാഹുൽ കൂടി ശക്തമായി നിതിനൊപ്പം നിലനിന്നോടെ അവനോട് മാപ്പ് പറയാതെ ക്യാൻറ്റീൻ തുറക്കാൻ അനുവദിക്കില്ലെന്ന് നിതിൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ, ഇവനെ പോലെ ഒരാളുടെ മാപ്പ് പറഞ്ഞിട്ട് ഞാനീ തുറക്കുന്നില്ല. വിഷയം ഒട്ടും അയഞ്ഞില്ല. താൻ കാരണം ഒരുപാട് പ്രതീക്ഷകളോടെ ഒരാൾ തുടങ്ങിയ സ്ഥാപനം അത് പൂട്ടിയിടേണ്ടി വരിക എന്നുള്ള അവസ്ഥ മിത്രയ്ക്ക് വല്ലാത്തൊരു വേദനയാണ് തോന്നുന്നത്. പ്രത്യക്ഷത്തിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ നടക്കുന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിക്കലും തനിക്ക് ഒളിച്ചോടാനും കഴിയില്ല. രാഹുലിനെ നോക്കുമ്പോൾ ആളുടെ ഉള്ളം പുകഞ്ഞു. എല്ലാത്തിനും തിരികൊളുത്തി വിട്ടിട്ട് അവനിപ്പോൾ ഒന്നറിയാത്ത പോലെ നല്ല വിള ചമഞ്ഞുകൊണ്ടുള്ള ആ നിൽപ്പ് അവളുടെ ക്ഷമ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ താൻ കൂടി ഇപ്പൊ അവനോട് പ്രതികരിച്ചാൽ അത് പ്രതിഷേധ ആളിക്കത്താൻ മാത്രമേ ഉപകരിക്കൂ എന്ന് അവൾക്കറിയാം. അതുകൊണ്ടുള്ള മൗനമാണത്. രാഹുലിനേക്കാൾ തല ഉയർത്തി നിൽക്കുന്ന വിശ്വയുടെ ഭാവമാണ് മിത്രയെ ഭയപ്പെടുത്തുന്നത്. കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു അവന്റെ മിഴികളിൽ എരിഞ്ഞു നിൽക്കുന്ന ഭാവം. എന്നിട്ടും ചുണ്ടിലൊരു ചെറിയ ചിരിയോടെ രാഹുലിനെയും അവനൊപ്പമുള്ള നിതിനും കൂട്ടരും അവരുടെ കൂടിയാലോചനയെയും നോക്കി അവന്റെ ടേബിളിൽ ചാരി നിൽക്കുന്നു. താനിട്ട് നിൽക്കുന്ന അവന്റെ ഷർട്ടും അതിന്റെ ഗന്ധവും മറ്റാർക്കും തോന്നാത്തൊരു കരുതൽ പോലെ അവൻ നൽകിയ ആ സുരക്ഷ അവളൊന്നാകെ പൊതിഞ്ഞു പിടിച്ചു. മിത്രയൊരു പിടച്ചിലോടെ അവനിൽ നിന്ന് നോട്ടം മാറ്റി. വീട്ടിൽ നിന്നല്ലാതെ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ഓരോ ഒരു ആശ്രയമാണിത്. ഇവിടെ അടുത്തെങ്കിലും മറ്റൊരു ഹോട്ടലോ ഭക്ഷണം കിട്ടുന്ന കടകളില്ലെന്ന് നമുക്ക് തന്നെ അറിയാലോ. ഇതുപോലൊരു പ്രശ്നത്തിന് മുമ്പ് ക്യാൻറ്റീൻ പൂട്ടിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മളെല്ലാവരും അനുഭവിച്ച ബുദ്ധിമുട്ട് ആരും മറന്നുപോയിട്ടില്ലല്ലോ. ഒരുപാട് കുട്ടികൾ അന്നം മുട്ടിക്കുന്ന പരിപാടിയാ ഇതിപ്പോൾ അടച്ചു പൂട്ടിയിടുക എന്നത്. ചെറിയൊരു പ്രശ്നം, അത് ഇനിയും വലുതാക്കിയൊരു സീൻ വേണോ? ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കി നിതിനെ എന്നൊക്കെ പ്രിൻസിപ്പളും കോളേജ് യൂണിയന്റെ ചെയർമാനുമെല്ലാം നിതിനോട് ആവുന്ന പോലെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവനതിലൊന്നും അല്പം അയഞ്ഞില്ല. തന്റെ വാക്കുകൾ കേൾക്കാതെ വിശ്വ ക്യാൻറ്റീൻ തുറന്നാൽ കളി മാറുമെന്നും നിതിൻ ആരാണെന്ന് അവൻ അറിയുമെന്നൊക്കെ അവൻ വെല്ലുവിളിയും നടത്തി. MLA-യുടെ ബന്ധവും വളർന്നു വരുന്ന കുട്ടി നേതാവിന്റെ പാർട്ടിക്കുള്ളിലെ പിടിപാടും പ്രിൻസിപ്പലിനും അധ്യാപകർക്കും അവന് ചെറുതല്ലാത്ത ഭയമായിരുന്നു. അവനൊരു ചെറിയ തീപ്പൊരി മിന്നിച്ചാലും അത് കത്തിപ്പടരുന്ന അവസ്ഥ. തനിക്കൊന്ന് അയഞ്ഞുകൊടുത്തൂടെ? താനൊന്ന് മാപ്പ് പറഞ്ഞാൽ തനിക്കും ഞങ്ങൾക്കും നഷ്ടമില്ല. ഇതങ്ങ് തീർന്നു കിട്ടും. രാഹുൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ ഈ പ്രശ്നം വലിച്ചു നീട്ടി വലുതാക്കി അത് വേണോ വിശ്വ? നന്നായി പോകുന്നല്ലോ എല്ലാവർക്കും നല്ലത്. 1-2 ദിവസത്തിനല്ലല്ലോ. തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെയുള്ള കുട്ടികളുടെ സഹകരണം അത്യാവശ്യമാണെന്ന് തനിക്കറിയില്ലേ? അങ്ങനെയുള്ളപ്പോൾ ഒരു മാപ്പ് പറഞ്ഞാൽ നടക്കില്ല സർ. അതുവരെയുള്ള ചിരിയില്ല, പതിവ് പോലെ ഗൗരവം. പക്ഷേ വല്ലാത്തൊരു മുറുക്കമുള്ള വിശ്വയുടെ വാക്കുകൾ മിത്ര നെഞ്ചിരിപ്പോൾ അവനെ നോക്കി. ആർക്കു മുന്നിൽ അടിയറവ് പറയില്ലെന്നുള്ള ആ വാശി, തെറ്റ് ചെയ്തവരാണ് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടെന്നും മാപ്പ് പറയേണ്ടെന്നുമുള്ള ആ നിലപാട്, അവൾ അന്നുവരെയും കാണാത്തൊരു തീക്ഷ്ണ നിറഞ്ഞവന്. ഞാൻ ഇവനോട് മാപ്പ് പറഞ്ഞ തോറ്റുപോകുന്ന ഞാനല്ല, ഇവനുമല്ല, നിങ്ങളാ. വിശ്വയുടെ വിരൽ അവിടെ കൂടി നിൽക്കുന്ന അധ്യാപകർക്ക് നേരെ നീണ്ടു. അവരെല്ലാം പരസ്പരം നോക്കി. വിശ്വ പറഞ്ഞ് മനസ്സിലായിട്ടില്ല എന്നൊരു മുഖഭാവം തന്നെയാണല്ലോ എല്ലാ മുഖങ്ങളിലും. കാരണം സമൂഹത്തിൽ തെറ്റിനെതിരെ, അനീതിക്കെതിരെ പ്രതികരിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. അങ്ങനെ ഒരിടത്ത് തെറ്റ് ചെയ്തവരോട് മാപ്പ് പറയുന്നൊരു നിലപാടിൽ നിങ്ങളെല്ലാം ഉറച്ചു നിൽക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം? അവർക്ക് പുറകിൽ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ ആളുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്നുള്ളതല്ലേ? കൺമുമ്പിൽ ഒരു അനീതി കണ്ടാൽ അതിൽ പ്രതികരിച്ചാൽ അത് തനിക്ക് തന്നെ ഒരു പാരയാവുന്നതല്ലേ? വിശ്വയുടെ വാക്കുകൾക്ക് ആർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. എല്ലാവരും അവനെ നോക്കി നിൽക്കുന്നു. നിതിനും അവന്റെ കൂട്ടാളികൾക്കും അവർക്കൊപ്പമുള്ള രാഹുലിന് മാത്രമാണ് അവനോട് പുച്ഛം. ബാക്കിയുള്ളവരെല്ലാം അവനെ അംഗീകരിച്ചെന്ന് തന്നെയാണ്. ഇതൊക്കെ അറിയാഞ്ഞിട്ടല്ല വിശ്വ, പക്ഷെ ഇതുപോലൊരു സാഹചര്യത്തില് പ്രിൻസിപ്പൾ വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു. അവൻ പറഞ്ഞാണ് 100% ശരിയെന്ന് അയാൾക്കറിയാം. അത് അംഗീകരിച്ചു കൊടുക്കാൻ അയാൾ ഒരുക്കമാണ്. പക്ഷേ നിതിൻ, അവനാണ് പ്രശ്നം. ആ അഹങ്കാരത്തോടെ തന്നെയാണ് നിതിൻ അവിടെ നിൽക്കുന്നത്. മുന്നേയുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് അവനറിയാം അവരെല്ലാം അവന്റെ കൂടെ നിൽക്കുകയെന്നുള്ളത്. എപ്പോഴും സാഹചര്യങ്ങളല്ല സർ തെറ്റിയുന്നത്, ചിലപ്പോഴൊക്കെ നമ്മൾ കൂടിയാ. വശ്യമായൊരു ചിരിയോടെ അയാളെ നോക്കി. ഇവരെ പോലെ ഒരു സാധാരണ വിദ്യാർത്ഥി മാത്രമാണ് ഇവിടെ നിതിനും. രാഷ്ട്രീയം കളിക്കുന്നതും നേതാവ് ചമയുന്നതും ആ ഗേറ്റിന് പുറത്തു മതിയെന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവനോട് പറയാൻ കഴിഞ്ഞില്ല. അവിടെ മുതലല്ലേ നിങ്ങൾ ഈ സാഹചര്യങ്ങളെ വില്ലനായി തുടങ്ങിയത്? നിങ്ങളുടെ തെറ്റിനെ മറക്കാൻ മനഃപൂർവ്വം സാഹചര്യം കൂട്ടുപിടിച്ച് രക്ഷപ്പെട്ടു. ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം കൈയടക്കിയ നിങ്ങൾ അതിനോട് നീതി കാണിച്ചിട്ടില്ലെന്നേ ഞാൻ പറയൂ. അതിന് സാഹചര്യത്തെയാണോ കുറ്റം പറയേണ്ടത്, പഴിയാറേണ്ടത്? പ്രിൻസിപ്പൽ നെറ്റി തടവിക്കൊണ്ട് അവനെ നോക്കി. അയാൾക്കൊന്നും പറയാൻ കഴിയുന്നില്ല.
എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞു, പകരം ഈ പ്രശ്നം ഒന്ന് തീർന്നാൽ മാത്രം മതി എന്നൊരു മാനസികാവസ്ഥയിലേക്ക് അപ്പോഴേക്ക് അയാൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒരു നേതാവ് എന്ന് പറയുമ്പോൾ തെറ്റുകളെ മറച്ചു പിടിക്കുന്നവനെന്നൊന്നും അല്ലല്ലോ അർത്ഥം. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിനൊപ്പം അത് ചെയ്ത ആള് അയാളിനി തനിക്ക് എത്ര പ്രിയപ്പെട്ടവനായിരുന്നാലും അവനെന്ന വ്യക്തിക്കല്ല, അവൻ ചെയ്തു പോയ തെറ്റിന് മാത്രം കാണേണ്ടവനല്ലേ നേതാവ്. തെറ്റ് ചെയ്തെന്ന് ഉറപ്പായ അവനിലേക്ക് കണ്ണു മനസ്സും അടച്ചുകൂട്ടിയിട്ട് അവനെ അപ്പാണ് തിരസ്കരിക്കുക എന്നല്ലേ ഒരു നല്ല നേതാവിന്റെ കടമ. ആ തെറ്റിലെ ഇരകൾക്കൊപ്പമല്ലേ അയാൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത്, അവർക്കല്ലേ സപ്പോർട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നിതിന്റെ ഈ പെൺകുട്ടിയുടെ കൂടെയല്ലേ നിൽക്കേണ്ടിയിരുന്നത്. അവൾക്കൊപ്പം നിന്നില്ല എന്ന് പോട്ടെ, അവളോട് തെറ്റ് ചെയ്തവനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നു. ഇവനെ പോലൊരു നേതാവ് എന്നൊരു വാക്കിന് അർഹനാണോ? നിതിന്റെ മുഖമടച്ച് കിട്ടിയ അടിപോലെയായിരുന്നു വിശ്വയുടെ ആ വാക്കുകൾ. കുട്ടികൾ കൂവി വിളിച്ചുറക്കെ കൈയടിച്ചു. വിശ്വക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നിതിൻ അവരെല്ലാം എത്രമാത്രം വെറുക്കുന്നു എന്നും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നതിനും കൂടിയുള്ള തെളിവായിരുന്നു അത്. വിശ്വയെ നോക്കി നിൽക്കുന്ന നിതിന്റെ കണ്ണുകളിൽ തീയാണെന്ന് തോന്നും വിധം അത് ജ്വലിക്കുന്നുണ്ട്. ഞാൻ മാപ്പറഞ്ഞ പ്രശ്നം തീരെങ്കിൽ ഞാൻ ഇവനോട് മാപ്പറഞ്ഞോളാം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മിത്രയുടെ ആ വാക്കുകൾ. ചുറ്റുമുള്ളവരെല്ലാം അവളെ നോക്കുമ്പോൾ ടീനയുടെ കണ്ണുകൾ മെഴിഞ്ഞുപോയി. കേട്ടത് വിശ്വസിക്കാനാവാത്തൊരു ഭാവം. തെറ്റ് ചെയ്യാതെ കൊന്നുകളഞ്ഞാലും മാപ്പ് പറയുകയോ അവർക്ക് മുമ്പിൽ തലകുനിക്കുകയോ ചെയ്യാത്ത മിത്ര ടെന്നീസ് മാത്യു ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും നീചമായ തെറ്റ് ചെയ്തവനോട് അങ്ങോട്ട് മാപ്പ് പറഞ്ഞിട്ട് പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ടീന അവളെ ഒന്ന് തുറിച്ചു നോക്കി. വിശ്വയുടെ നോട്ടവും മിത്രയുടെ നേരെ നീണ്ടു. പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവും കൂടാതെ നിൽക്കുന്നവന്റെ ഹൃദയം അവളെ നോക്കുമ്പോൾ വല്ലാതെ ഇടിച്ചു ഉയരുന്നുണ്ട്. അവനോട് അരികിൽ ചെന്ന് നിന്നു. മിത്രയും മുഖമുയർത്തി അവനെ നോക്കി. ഇയാളുടെ പേരെന്താണോ? സൗമ്യമായിട്ടാണ് അവൻ അന്വേഷിക്കുന്നത്. മിത്ര ഡെന്നീസ് മാത്യു. അവനറിയാവുന്ന ആ പേര് മിത്ര എന്നെ പറഞ്ഞു കേട്ടതും വിശ്വ ഒന്ന് ശ്വാസമെടുത്തു. മിത്ര എപ്പോഴെന്താ പറഞ്ഞ്? അതേ ശാന്തയോടെ തന്നെ വിശ്വ അവളോട് ചോദിച്ചു. അല്ല, അവനോട് ഞാൻ മാപ്പ് പറഞ്ഞ ഈ പ്രശ്നം തീരെങ്കിൽ ഞാനതിന് റെഡിയാണെന്നാ പറഞ്ഞ്. മിത്ര അവന് മുമ്പിൽ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ച് പറഞ്ഞു. താൻ അവനോടാണോ അതോ അവൻ തന്നോടാണോ തെറ്റിയത്? ഇപ്രാവശ്യം വിശ്വയുടെ സ്വരം കടുത്തുപോയി. തെറ്റും ശരിയെന്ന് നോക്കിയിട്ടല്ല ഞാനിങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു. തെറ്റ് ചെയ്ത അയാളാണ്, പക്ഷെ അതിന് ഇരയാവേണ്ടി വരുന്ന ഇപ്പൊ താനല്ലേ. എനിക്ക് വേണ്ടിയല്ലേ താനിപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് തലവെച്ച് കൊടുക്കേണ്ടി വന്ന്. അപ്പൊ തന്നെയും തന്നെ ഈ ക്യാൻറ്റീനെ സംരക്ഷിക്കേണ്ടത് ഇപ്പൊ എൻ്റെ ഉത്തരവാദിത്വമാണ്. മിത്ര വിശ്വയുടെ കണ്ണിലേക്ക് നോക്കിയിട്ടാണത് പറയുന്നത്. ഞാൻ കൂടി ഉൾപ്പെട്ട പ്രശ്നമാണ്. അത് കാരണം ഒരാളുടെ ഉപജീവനമാർഗം തടസ്സപ്പെടുക എന്നത് തീർച്ചയായിട്ടും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ അവനോട് പ്രതികരിച്ചെന്നിരിക്കെ ഞാൻ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കി തരാൻ ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ. തന്റെ മനസ്സിലെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് വിശ്വക്ക് അവിടെ കൂടിയവർക്കും വ്യക്തമായി മനസ്സിലാവും വിധത്തിലാണ് മിത്ര അത് അവിടെ അവതരിപ്പിച്ചത്. അവനോട് താൻ മാപ്പ് പറയുന്നത് ഞാൻ മാപ്പ് പറയുന്ന ഒരുപോലെയല്ലേ മിത്ര ഡെന്നിസ് മാത്യു. അങ്ങനെ ഒരു സാഹസം ചെയ്യാതിരിക്കുക എന്നൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും. അതായത് താൻ പറഞ്ഞാലും അങ്ങനെ എനിക്കിതിനി തുറന്നു പ്രവർത്തിക്കണമെന്നില്ലടൂ. വിശ്വന്റെ മനസ്സുറക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും തീർന്നിട്ടിയാൽ മതി എന്നുള്ള ഭാഗത്ത് നിൽക്കുന്ന അധ്യാപകർക്കും പ്രിൻസിപ്പളിനും വിശ്വയോടാണ് ദേഷ്യം തോന്നിയത്. മിത്ര സ്വമനസ്സലാതിന് തയ്യാറായ സ്ഥിതിക്ക് അവനെ തടയേണ്ട കാര്യം എന്താണ്? അവൻ ചെയ്യുന്നില്ല എന്നതിൽ ഉറച്ചിരുന്നാൽ മതിയല്ലോ. ഇതിപ്പോ പ്രശ്നം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയെന്നത് അവന്റെ ഉദ്ദേശം തന്നെയാണ്. അതിന്റെ ഒരു മുറുമുറുപ്പുണ്ട് അവർക്ക്. പ്ലീസ് ദയവായി ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്കൊരു പരാതിയുമില്ല. ഞാൻ അയാളെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്തിട്ട് തന്നെയാണ് അയാൾ എന്നോട് അങ്ങനെ ബിഹേവ് ചെയ്ത്. അതിന് മാപ്പുറം ഞാൻ തയ്യാറാണ്. മിത്ര അവന് മുമ്പിൽ നിന്നിട്ട് പറയുമ്പോൾ അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഒരു പ്രശ്നമില്ലാതാക്കി ആൾക്ക് വേണ്ടി സ്വയം കുരുക്കലായ തനിക്കും തന്റെ ഈ ക്യാൻറ്റീന് യാതൊരു കുഴപ്പം വരരുതെന്നുള്ള നിശ്ചയദാർഢ്യത്തിനൊപ്പം രാഹുലിനോടുള്ള ദേഷ്യവും വെറുപ്പും അവൻ ആ കണ്ണുകളിൽ നിന്നും കണ്ടെടുത്തു. തനിക്ക് മുന്നിൽ അവതരിപ്പിച്ച മിത്രയ്ക്കില്ലാത്തൊരു ഭാവമായിരുന്നു അവനപ്പോൾ ആ മുഖത്ത് കണ്ടതും. അപ്പോഴും അവന്റെ ഉള്ളം വേദനിക്കുകയാണ് ചെയ്ത്. എങ്കിലും അത് അവൻ മുഖത്തേക്ക് വരുത്തിയതുമില്ല. മിത്ര അവന്റെ ആ മൗനം സമ്മതമാണെന്ന് കരുതി നിതിന്റെ അരികിൽ നിൽക്കുന്ന രാഹുലിന്റെ നേരെ തിരിഞ്ഞു. വിശ്വയ്ക്ക് വേണ്ടിയാണ് അവളത് ചെയ്യുന്നതെന്ന് ടീനക്ക് മനസ്സിലായി. ആൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു അസുഖകരമായ ശാന്തതയാണ് മിത്രയുടെ മുഖം നിറയെ. കുട്ടികൾ ആകാംക്ഷയോടെയും അധ്യാപകർ ആശ്വാസത്തോടെയും അവളുടെ ആ പ്രവൃത്തിയെ നോക്കി കാണുന്നുണ്ട്. നിതിന്റെയും കൂട്ടുകാരുടെയും മുഖത്തുള്ളത് ആശ്വാസത്തിനുമപ്പുറം അഹങ്കാരത്തിന്റെ ചിരിയാണ്. ഇടയ്ക്ക് അവൻ വെല്ലുവിളി പോലെ വിശ്വയെയും നോക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ് എങ്ങനെയുണ്ടോ നോക്കട്ടെ നിന്റെ മാപ്പ്. അതനുസരിച്ച് വേണം ഇത് തീർക്കണോ തുടരണോ എന്ന് ഉറപ്പിക്കാൻ. മിത്ര അരികിലേക്ക് ചെന്നു. നിതിന് വല്ലാത്തൊരു ചിരിയോടെ അവളെ നോക്കി. രാഹുലിനേക്കാൾ അവനാണ് ഇപ്പോഴൊരു അടിയുടെ ആവശ്യമുണ്ടായിരുന്നെന്നാണ് മിത്ര മനസ്സിലോർത്ത്. രാഹുലിനെ നോക്കി ഉള്ളിലെ അമർഷപ്പാട് അടക്കി വെച്ചിട്ട് മിത്രയൊന്ന് ശ്വാസമെടുത്തു. എൻ്റെ കൂടി തെറ്റാണ്, ഒന്നും മനസ്സിലാക്കരുത്. ഇനി ഇതൊരു പ്രശ്നമാക്കി മുന്നോട്ട് കൊണ്ടുപോകരുത്. എല്ലാത്തിനും മിത്ര
ആള് പറഞ്ഞു തീർക്കും മുന്നേ പിന്നിൽ നിന്നും വിശ്വയുടെ മുഴക്കമുള്ള സ്വരം അവിടെ ഉയർന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞോളാം. നിന്നേക്കാൾ അവനോട് മാപ്പ് പറയാൻ ഞാനാണ് അർഹിക്കുന്നത്. എനിക്ക് വേണ്ടിയല്ലേ നീ ഇത് ചെയ്യുന്നത്. നിനക്ക് വേണ്ടി അവനോട് ഞാൻ മാപ്പ് പറയാം. ആൾക്കരിയിലേക്ക് വന്ന് നിന്നിട്ട് അവൻ ഉറപ്പോടെ പറഞ്ഞു. മിത്ര മാപ്പ് പറയുന്നതാണ് വിശ്വ കൂടുതൽ പ്രശ്നം എന്ന് മനസ്സിലാക്കിയതും എങ്കിൽ പിന്നെ അവൾ തന്നെ മാപ്പ് പറഞ്ഞാൽ മതിയെന്നും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി ഈ പ്രശ്നം തീരുമാനാവൂ എന്നും നിതിൻ ഉറപ്പിച്ച് പറഞ്ഞ് വിശ്വയോടുള്ള അവൻ്റെ അടങ്ങാത്ത ദേഷ്യം കൊണ്ട് തന്നെയാണ്. മിത്ര പറയില്ല. അവളെ അവർക്ക് മുമ്പിൽ നിന്നും പിടിച്ചു മാറ്റി അവനത് പറയുമ്പോൾ നിതിൻ്റെയും വാശി കൂടി. വീണ്ടും അവർ തമ്മിലുള്ള വാക്കേറ്റം മുറുകി. രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കാതെയാണ്. ഒന്നിലും കയറി ഇടപെടരുതെന്നുള്ള വിശ്വയുടെ കർശന നിർദ്ദേശം ഉള്ളതുകൊണ്ട് മുരുകനും ക്യാൻറ്റീൻ ജീവനക്കാരും അവർക്കിടയിലേക്ക് വന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ നിൽക്കുന്ന മിത്രയുടെ അരികിലേക്ക് ടീന കൂടി വന്നു നിന്നു. പ്രശ്നം മുറുകുന്നു. നിസ്സാരമായി പറഞ്ഞേർക്കാവുന്ന ഒരു കാര്യമാണ് ഇവരിങ്ങനെ. ടീന ടെൻഷനോടെ തന്നെ നിന്ന് പിറുപിറുത്തു. പെട്ടെന്നാണ് നിതിനെ തള്ളി മാറ്റി വിശ്വ രാഹുലിന് മുന്നിലേക്ക് വലിച്ചു നീക്കി നിർത്തി അവന്റെ മുഖത്തേക്ക് വീണ്ടും അടിക്കുന്നത്. ഉള്ള പ്രശ്നം പോരായിട്ടാണ് കർത്താവേ ഇവൻ ഇനിയും. മിത്ര അവന്റെ ഭാവം കണ്ടിട്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പകച്ചു നോക്കി. ആർക്കും പിടിച്ചു മാറ്റാൻ പോലും കഴിയുന്നില്ല. നിനക്ക് മാപ്പറയുന്ന കേൾക്കണോടാ? അടിക്കൊപ്പം തന്നെ വിശ്വ രാഹുലിനോട് ചോദിക്കുന്ന കേൾക്കാം. 3-4 അടി കൊണ്ടതും രാഹുലിന് പിന്നെ അങ്ങനെ ആഗ്രഹമേ ഇല്ലായിരുന്നു. സോറി ഏട്ടാ, എന്റെ തെറ്റായിരുന്നു. ഈ ചേട്ടൻ പറഞ്ഞപ്പോ സത്യത്തിൽ ഞാനാ മാപ്പ് പറയുന്നുണ്ട്. മാപ്പ് ചേട്ടനോടും പിന്നെ കൈകൂപ്പി വിശ്വയോട് പറയുന്നതിനൊപ്പം തന്നെ രാഹുലിന്റെ കണ്ണൽ മിത്രയ്ക്ക് വേണ്ടി തിരഞ്ഞടന്നു. സോറി, ഈ കുട്ടിയോട് ഞാനാ മോശമായിട്ട് പെരുമാറിയത്. എന്റെ തെറ്റായിരുന്നു. സോറി. രാഹുൽ ആവശ്യതയോടെ പറഞ്ഞു നിർത്തിയതും വളരെ ഉച്ചത്തിൽ കുട്ടികൾ ആർത്തി വിളിച്ചു. അങ്ങേയറ്റ അപമാനം. അങ്ങനെ ഒരു അനുഭവം അവിടെ വെച്ചിട്ട് അത് നിതിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. അതിന്റെ ഒരു ക്ഷീണം അവനിൽ നന്നായി തന്നെയുണ്ട്. ദേഷ്യം സഹിക്കാൻ കഴിയാതെ കൈ ചുരുട്ടി ചുമലിടിച്ചവൻ. രാഹുലിന്റെ നേരെയാണ് അവന്റെ കത്തുന്ന നോട്ടം. രാഹുൽ അവനെ നോക്കാൻ മുഖം കുനിച്ച് നിൽപ്പാണ്. വൃത്തിയിട്ടവൻ. പല്ലടിച്ചുകൊണ്ട് കുട്ടികളുടെ കൂവിളികൾക്കിടയിൽ കൂടി തന്നെ നിതിൻ രാഹുലിന്റെ അരികിലെത്തി. ഇത് എന്റെ കൂടെ നിന്നിട്ടൊടുവിൽ നീ കാലുമാറിയല്ലേ? വല്ലാതെ മുറികേൽക്കുന്ന ആ വാക്കുകൾ. രാഹുലൊന്നും മിണ്ടിയില്ല. അവന് നോക്കിയതുമില്ല. ഇതിന് നീ അനുഭവിക്കും, നോയിക്കോ. രാഹുലിന്റെ നേരെ നിതിന്റെ വിരൽ നീണ്ടു. നീയും. വിജയെ നോക്കുമ്പോൾ അവന്റെ ചുണ്ടിലെ വിജയത്തിന്റെ ചിരി കാണുമ്പോൾ നിതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, ഞാൻ കാത്തിരിക്കും. രാഷ്ട്രീയക്കാരുടെ സ്ഥിരം നമ്പർ പോലെ ഒടുവിൽ നേതാവ് പറഞ്ഞ് പറ്റിക്കരുത് പ്ലീസ്. കളിയായിക്കൊണ്ടാണ് വിശ്വ അത് പറയുന്നത് അറിഞ്ഞിട്ടും നിതിന് അപ്പോഴൊന്നും മിണ്ടിയില്ല. വാള. കൂടെയുള്ളവരോട് ഉള്ളിലുള്ള കലിയോടെ പറഞ്ഞിട്ട് കൂവിളികൾക്കിടയിൽ കൂടിയവൻ വേഗം അവിടെ നിന്നും പോയി. അവൻ പോയതിന് പുറകെ തന്നെ ഓടും പോലെയുള്ള രാഹുലിന്റെ പോക്ക് വിശ്വക്ക് പോലും ചിരി വന്നു. പൊളിച്ചേട്ടാ, അവനോട് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇനി അവനിവിടെ നേതാവ് കളിക്കാനൊന്നും മടിക്കും. അവന് പറ്റിയൊരു എതിരാളി ഇപ്പോഴാണ് ഇവിടെ ഉണ്ടായത്. ആവേശം സഹിക്കവയ്യാതെ ഒരുത്തൻ വിശ്വ ഇറുകപ്പെടുന്നുകൊണ്ടാണ് അത് പറഞ്ഞ്. ഒന്നുമില്ല അനിയ, ഞാൻ നേതാവ് വിളിച്ചൊന്നുമല്ല. എന്റെ മുന്നിൽ കണ്ട ഒരു അനീതിക്കെതിരെ പ്രതികരിച്ചു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു, അത്രമാത്രം. അവനെന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വ പറഞ്ഞു. നേതാവ് കളിക്കാനോ ഇവിടെയുള്ള നേതാവിനോട് ഇടഞ്ഞിൽക്കാനോ ഒന്നും ഞാനില്ല. അങ്ങനെ ഒരു ചിന്ത തന്നെ മനസ്സിൽ പോലും ഇല്ല. ഇവിടെ ഈ ക്യാൻറ്റീൻ നടത്തിക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങളോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രം എൻ്റെ ഉദ്ദേശം. ഇവിടെ വന്നു കയറി ഒരുത്തൻ ചെറ്റത്തരം കാണിച്ചുകൊണ്ടും അവനെ സപ്പോർട്ട് ചെയ്യാൻ ഉത്സാഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ നേതാവിനോട് ഇടഞ്ഞ്. ഈ പ്രശ്നം തീർന്നോടെ ഞാനത് വിട്ടുകളഞ്ഞു. ഇതിനെ ചൊല്ലി ഇനിയൊരു പ്രശ്നത്തിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിശ്വ തന്റെ ഭാഗം വളരെ ക്ലിയറാക്കി പറഞ്ഞു കൊടുത്തു. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാൻ. ഇതിവിടെ തീർന്നു. ഇനി ഇതിന്റെ മറപറ്റി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്, ആരും. വിശ്വ കൂടിയെ നോക്കിയിട്ടാണ് പ്രിൻസിപ്പൾ അവസാന ഭാഗം പറഞ്ഞു നിർത്തിയത്. അവനതിനൊന്നും പറഞ്ഞില്ല. ഇതിനോടകം തന്നെ മറ്റധ്യാപകർ കുട്ടികൾ അവിടെ നിന്നും പറഞ്ഞു വിട്ട് തുടങ്ങി. ഏറെക്കുറെ എല്ലാവരും പിരിഞ്ഞു പോയിട്ടും മിത്രയും ടീനയും അവിടെ തന്നെ നിൽപ്പുണ്ട്. പോടി. വിശ്വയെ നോക്കി നിൽക്കുന്ന മിത്രയെ തോണ്ടിക്കൊണ്ട് ടീന പറഞ്ഞു. നിക്ക്. അവന് നോക്കിക്കൊണ്ട് തന്നെ മിത്ര ടീനക്കുള്ള മറുപടി കൊടുത്തു. അല്പം കൂടി കഴിഞ്ഞതും ആളൊഴിഞ്ഞുവെന്ന് കണ്ടതും മിത്ര വിശ്വയുടെ അരികിലേക്ക് ചെന്നു. ടീനക്ക് അത് കണ്ടപ്പോഴേ ചങ്കിടിച്ചു. ഇവളിനിയും പ്രശ്നം ഉണ്ടാക്കുക കർത്താവേ എന്നൊരു ആത്മകഥം ആൾക്കുള്ളിൽ പിടഞ്ഞുയർന്നു. താങ്ക്സ്. നനുത്തൊരു ചിരിയോടെ അരികിൽ വന്നിന്ന് പറയുന്നവളെ അവരൊന്ന് കണ്ണിയമ്മി കാണിച്ചു. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇതുപോലൊരു അനുഭവം. ആ 2 പ്രാവശ്യം നിങ്ങളതിനെ രക്ഷിച്ച് എനിക്ക് വേണ്ടി സംസാരിച്ച് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ ഞാൻ മറക്കില്ല. തന്നെ നോക്കി അങ്ങേയറ്റ ആത്മാർത്ഥതയോടെ പറയുന്നവൾ. പക്ഷെ അത് കേട്ടതോടെ വിശ്വയുടെ ചിരി മാഞ്ഞു. പകരം മനസ്സിന്റെ അസ്വസ്ഥത മുഖത്ത് വിടന്നു. ജീവിതത്തിൽ ഒരിക്കലും നീ എന്നെ മറക്കാതിരിക്കാൻ പാകത്തിന് ഒരു ചതി നിന്നോട് ചെയ്യാനുള്ള മുന്നൊരുക്കം മാത്രമായിരുന്നു ഇതെന്ന് അവന്റെ ഉള്ള അവളെ നോക്കി പറയുന്നുണ്ട്.
ഇനിയും പ്രശ്നങ്ങൾക്കിടയിലും താനും രാഹുലുമുള്ള രഹസ്യ സന്ദേശങ്ങളൊന്നും അവരാരും കണ്ടില്ലെന്നും വിശ്വയോർത്തു. അവൻ മറുപടിയൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും മുഖമൊന്ന് ഇളക്കിക്കൊണ്ട് മിത്ര യാത്ര പറഞ്ഞ് തിരിഞ്ഞപ്പോൾ മാത്രമാണ് ടീന ശ്വാസം വിട്ടത്. ഏയ്! അവർ കുറച്ച് മുമ്പോട്ട് നടന്നിട്ടാണ് വിശ്വ പിന്നിൽ നിന്ന് വിളിച്ച്. രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. രാഹുൽ എന്ന നീർക്കോലിയെ നാം പേടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല മിത്ര. പക്ഷേ നമ്മുടെ നേതാവ് ആളൊരു മൂർഖൻ തന്നെയാണെന്ന് തോന്നുന്നു. പാകിയുടെ കാര്യത്തിൽ കിങ് കോബ്രയും. അതുകൊണ്ട് തന്നെ ഞാൻ ടെൻഷനാക്കിയല്ല, ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം പറയുക. അങ്ങനെ എഴുതിയാൽ മതി. വിശ്വ ഒരു ചിരിയോടെ പറയുമ്പോൾ മിത്രയും ടീനയും ഒന്ന് പരസ്പരം നോക്കി. എന്നിട്ട് അവൻ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. തന്നെ നമ്പരെന്ന് പറയോ? മിക്കവാറും അവനെയും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പൂട്ടാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ നാണക്കേട് നേതാവ് അങ്ങനെയൊന്നും വിട്ടുകളെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വ മിത്രയെ നോക്കി അവളെ നെറ്റി വിളിഞ്ഞു. അതോടൊപ്പം ടീനയെ നോക്കുകയും ചെയ്തു. നമ്പർ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണമെന്നില്ല കേട്ടോ. അവളുടെ ആ ഭാവം കണ്ടത് വിശ്വ പെട്ടെന്ന് പറഞ്ഞു. തന്നെ എനിക്ക് വിശ്വാസമുള്ളൂ, മിത്ര ചിരിയോടെ പറഞ്ഞു. അവന് നെഞ്ചിലൊരു വെട്ടുകൊണ്ട പോലെ വിശ്വയൊന്ന് പുളഞ്ഞു. പക്ഷേ മുഖമൊന്ന് തുടച്ചുകൊണ്ട് അവൻ ആ ഭാവം മറച്ചു പിടിച്ചു. മിത്ര പറഞ്ഞു കൊടുത്ത നമ്പർ വിശ്വന്റെ ഫോണിലേക്ക് ടൈപ്പ് ചെയ്ത് ചേർത്തു. ബൈ. അവന് നോക്കി ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് രണ്ടാളും വീണ്ടും തിരിഞ്ഞടന്നു. അത് നോക്കി അവിടെ തന്നെ നിന്നു. അവൻ പ്ലാൻ ചെയ്തപോലെ തന്നെ നടന്നല്ലേടാ. പുറകിൽ വന്നിട്ട് മുരുകൻ പറഞ്ഞു കേട്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവനൊന്ന് അമർത്തി മൂളി. എങ്ങനെയുണ്ട് നിന്റെ കാമുകി മിത്രയാണ് എന്നീസ് മാത്യു? മുരുകനൊരു ചിരിയോടെ വിശ്വയെ നോക്കി. അവൻ പക്ഷേ മുരുകന്റെ നേരെ ഒന്ന് ചെറിഞ്ഞു നോക്കിയാണ് ചെയ്ത്. ഓ സോറി, നിന്റെ കാമുകിയായിട്ട് അഭിനയിക്കാനുള്ള മിത്ര. ആ നോട്ടം കണ്ടിട്ട് മുരുകൻ ചോദ്യമൊന്ന് പുതുക്കിപ്പണിത്. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലടാ മുരുക. വിശ്വ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അതിന് നീ എന്താ ഉദ്ദേശിച്ച്? കുന്തം. അവന്റെ ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ വിശ്വ അല്പം കനത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. ഇവനിതെന്ത് പറ്റി? അവന്റെ ആ പോക്ക് കണ്ടിട്ട് മുരുകനൊന്നും മനസ്സിലായില്ല. അവനും വിശ്വയുടെ പുറകെ തന്നെ അകത്തേക്ക് ചെന്നു. അവിടെ നടന്നതിനെ പറ്റി ജോലിക്കാരോട് പറഞ്ഞു കൊടുക്കുകയാണ് വിശ്വ. അത് കണ്ടതും പിന്നെ ഒന്നും ചോദിക്കാതെ മുരുകനും അവൻ പറയുന്ന കേട്ടൊന്നും മിണ്ടാതെ നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.